വർഷക്കാലമായി പാലാ കേന്ദ്രീകരിച്ച് വലിയ സദനം എന്ന മാനസിക അസ്വാസ്ഥ്യം നേരിടുന്ന സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും സംരക്ഷകരായി അതിനുവേണ്ടി തന്നെ ജീവിതം സമർപ്പിച്ചിരിക്കുന്ന വലിയ സദനം സന്തോഷിനെ ഞാൻ ഏറെ ആദരവോടുകൂടി സ്വാഗതം ചെയ്തുകൊള്ളു. ഹിന്ദു സംഗമത്തിന്റെ വേദിയിൽ നിൽക്കാൻ സാധിച്ചത് എൻ്റെ ജീവിതത്തിലെ വലിയ ഭാഗ്യമായി കഴിഞ്ഞു. ഇത് നമ്മുടെ നാടിൻ്റെ ഒരു സംസ്കൃതിയാണ്, സംസ്കാരമാണ് ഈ സംഗമം. മരീസ്ഥാനം 27 വർഷങ്ങൾ കിട്ടുമ്പോൾ ഒത്തിരിയേറെ കാര്യങ്ങൾ ചെയ്യാൻ സാധിച്ചത് തന്നെ ഈ നാടിൻ്റെ ഒരു സംസ്കാരം. മീനച്ചിലെ എല്ലാ നന്മകളും ഉൾക്കൊണ്ടുകൊണ്ട്, എല്ലാ സപ്പോർട്ടുകളും ഉൾക്കൊണ്ടുകൊണ്ടാണ് മരീസ്ഥാനം ചോദിക്കുക. വിശക്കുന്നവന് ആഹാരമായി ആര് വരുന്നു അവരാണെന്ന് ദൈവം. വിശക്കുന്നവരെ കണ്ട് മുഖം തിരിക്കുന്നവൻ അവന് ദൈവമല്ല. ഇവിടെ ധാരാളം ഈശ്വര രൂപങ്ങളും മുഖങ്ങളും കാണുന്നുണ്ട്. മരീസ്ഥാനത്തിലും അതുപോലെ നമ്മുടെ ഗവൺമെൻറ് ആശുപത്രിയിലും നമുക്ക് കൊറോണ വന്ന സമയത്ത് വാരിക്കോരി ഭക്ഷണം കൊടുക്കാനുള്ള സഭാപഠനത്തിലെ യുവജനങ്ങൾ കഴിഞ്ഞുകൊണ്ട് അതിനകത്ത് നമുക്ക് അഭിമാനിക്കുക. ആരായാലും കുറവല്ല, നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് പ്രവർത്തിക്കാം. ഈശ്വരൻ എല്ലാവരും അനുഗ്രഹിക്കട്ടെ. നന്ദി, നമസ്കാരം. സംഗമം ആലോചിക്കുമ്പോൾ തന്നെ അതിൻ്റെ ലക്ഷ്യമുണ്ടാകും. അറിയാം, സനാതന ധർമ്മം. ഈ പാലയിലെ ഹിന്ദു സമൂഹം ബഹുമാനിക്കുന്ന, ആദരിക്കുന്ന, ഈ സദസ്സിൽ സന്നിഹിതരായിട്ടുള്ള, വേദിയിൽ സന്നിഹിതരായിട്ടുള്ള ഡോക്ടർ നാരായണൻ അടക്കം പ്രിയമുള്ള എല്ലാവർക്കും, അതുപോലെ സഭയിൽ സന്നിഹിതരായിട്ടുള്ള മുഴുവൻ കുടുംബാംഗങ്ങൾക്കും നമസ്കാരം. അട്ടപ്പാടിയും പാലയുമായിട്ട് ഒരുപാട് ബന്ധമുണ്ട്. അട്ടപ്പാടിയിലെ വനവാസി ജനങ്ങളെ ചികിത്സിക്കാനുള്ള ആശുപത്രിയിലാണ് നടത്തുന്നതെങ്കിലും അവിടെ വനവാസികളല്ലാതെ വരുന്നതിൽ ഭൂരിഭാഗം പേരും പാലക്കാരാണ്. അതുകൊണ്ട് ഇവിടെ വരാൻ സാധിച്ചതിലും ഇവിടെയുള്ളവരുടെ സ്നേഹം ലഭിക്കാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. പ്രഥമ സേവാഭാരതി പുരസ്കാരത്തിന് അർഹനായിട്ടുള്ളത് ശ്രീ സന്തോഷ് വലിയ സദനം.